ഭഗവാൻ. ഭഗവാനെ ദേവകീദേവി ഗർഭത്തിൽ ധരിച്ചപ്പോ ദേവകീദേവിയെ അടച്ചിട്ടിരിക്കുന്ന ആ അറയിൽ നിന്നും ഭഗവാന്റെ ആ ദിവ്യപ്രകാശം ആ അറയെയും കടന്ന് എല്ലായിടത്തും വ്യാപിച്ചു. അതേപോലെ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തെളിഞ്ഞു മിന്നും. അഹങ്കാരമെല്ലാം മാറി അജ്ഞാനത്തിന്റെ അന്ധകാരം നീങ്ങി അതാ ജ്ഞാനപ്രകാശം തെളിഞ്ഞു പ്രകാശിക്കണം. അങ്ങനെയുള്ള പ്രകാശ സ്വരൂപൻ സ്വരാട്ടായ ഭഗവാൻ. ഭാഗവതത്തിന്റെ സന്ദേശം തന്നെ അതാണ്, തത്വം തന്നെ അതാണ്. ഈ പ്രകാശ സ്വരൂപനിൽ നിന്നാണ് സകല ഗോളങ്ങൾക്കും പ്രകാശം സിദ്ധിച്ചിരിക്കുന്നത്, സകലതിനും പ്രകാശം സിദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുമയിൽ നിന്ന് ഉജ്ജ്വലിക്കുന്ന പ്രദീപ്ത ഭവദംഗ നിരീയമാണേഹി. ആ ഭഗവാന്റെ ദിവ്യമേനിയിൽ നിന്ന് പുറകെ തിരുമയിൽ നിന്ന് ഉജ്ജ്വലിക്കുന്ന പ്രദീപ്ത ഭവദംഗ നിരീയമാണേഹി. ആ ഭഗവാന്റെ ദിവ്യമേനിയിൽ നിന്ന് പുറപ്പെട്ടു എല്ലായിടത്തും വ്യാപിക്കുന്നതോ എന്ന് തോന്നുമാറുള്ള കാന്തിപടലങ്ങൾ. ആ കാന്തിപടലങ്ങൾ ഘനാഘനമണ്ഡലേഹി, ധാരാളമായുള്ള കറുത്ത മേഘങ്ങൾ. ആ മേഘങ്ങളെ ആകാശത്ത് കാണാകുന്നു, കറുത്തിരുണ്ട മേഘങ്ങള്. ആ മേഘങ്ങളിൽ നിന്ന് കാന്തി പ്രസരം അതാ പ്രസരിക്കുകയാണ് ആനന്ദമായിട്ട്, മിന്നൽ പിണരുകളായിട്ട്. അങ്ങനെയുള്ള കാന്തി പടലങ്ങളോ എന്ന് തോന്നുമാറ് ഘനാഘനമണ്ഡലേഹി ദ്യാം ആവൃണ്വതി. അങ്ങനെ ആ മഴമേഘങ്ങളെ കൊണ്ട് ആകാശം ആവരണം ചെയ്ത് വർഷവേലാവിരുചേകില. വർഷകാലം വന്നു വിളങ്ങിയല്ലോ ഭഗവാനെ. ഇത്രകാലം എന്തായിരുന്നു? ദുഃഖത്തിന്റെ കൊടും വേനലായിരുന്നു. ആ വേനലിന് ഒരു അറുതിയാക്കിക്കൊണ്ട് ഇപ്പോ ഇതാ ഭഗവാൻ അവതരിക്കുകയാണ് എന്ന് എല്ലായിടത്തും ആ ഒരു സന്ദേശം പരത്തുമാറ് വർഷകാലം